ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാന. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് 6 ആനുവൽ എക്സാം ഓൺലൈൻ ക്ലാസ് എന്നടിച്ചാൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ആനുവൽ എക്സാം ക്ലാസ് 6 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാം. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവും. അതേപോലെ തന്നെ 1-2 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. 6 ആക്ടിവിറ്റീസിൽ നമുക്ക് 5 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ആദ്യത്തെ ആക്ടിവിറ്റി എന്തായിരിക്കും? പാസേജ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ തന്നെ ആൻസറും ഉണ്ടാവും. വളരെ സിമ്പിളാണ്. പിന്നെ എഡിറ്റിംഗ് ഉണ്ടാവും. എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഈ കോംപ്രിഹെൻഷനും മസ്റ്റാണ്. അത് 2 ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. പിന്നെ കോൺവേഴ്സേഷൻ, അതേപോലെ തന്നെ പോസ്റ്റർ മേക്കിംഗ്, തോട്ട്സ്, ഡയറി റൈറ്റിംഗ്, അതൊക്കെ മാറി മാറി വരാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം മനസ്സിലാവും ഇന്ന ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പുള്ള എല്ലാ ആനുവൽ എക്സാമിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 5 little seeds. 5 little seeds. 5 little seeds. 3 will make flowers and 2 will make weeds. 3 will make flowers and 2 will make weeds. അപ്പോൾ എത്ര സീഡ്സ് ഉണ്ട്? 5 little seeds ആണുള്ളത്. 5 little seeds. ഓക്കെ, അതിൽ 5 little സീഡ്സിൽ 3 വിൽ മേക്ക് ഫ്ലവേഴ്സ്. അതിൽ 3 എന്താക്കി? ഫ്ലവേഴ്സായി മാറി. ആൻഡ് 2 വിൽ മേക്ക് വീഡ്സ്. 2 എന്തായി? വീട് എന്ന് പറഞ്ഞാൽ പുല്ല്, കളകളായി മാറി. അണ്ടർ ദ ലീവ്സ് ആൻഡ് അണ്ടർ ദ സ്നോ 5 little seeds are waiting to grow. Out comes the sun, down comes a shower, and up come the 3 pretty pink flowers. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Where do the seeds wait to grow? Where do the seeds wait to grow? അപ്പോൾ എന്താണ്? 5 little seeds are waiting to grow. എവിടെയാണ്? Under the snow. ഓക്കെ, under the snow, under the leaves. 5 little seeds wait to grow under the snow, under the leaves. Okay. Pick out 2 pairs of rhyming words from the poem. Rhyming words ഒരുപാട് എണ്ണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റൈമിംഗ് വേർഡ്സ് എന്നൊക്കെ എന്താണെന്ന്. ഓക്കെ, സീഡ്സും എഴുതാം, നമുക്ക് വീഡ്സും എഴുതാം. സീഡ്സ്, അതേപോലെ തന്നെ വീഡ്സ്. ഓക്കെ, അതൊരു റൈമിംഗ് വേർഡാണ്. അതേപോലെ തന്നെ സ്നോ ഗ്രോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഫ്ലവേഴ്സ് കെയിം അപ്പ്? എത്ര ഫ്ലവേഴ്സാണ് വന്നത്? 3 വിൽ മേക്ക് ഫ്ലവേഴ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 3. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോയം ദാറ്റ് മീൻസ് ബ്യൂട്ടിഫുൾ എന്നർത്ഥം വരുന്ന ഏതെങ്കിലും വേർഡ് എഴുതാനാണ്. എന്താണ്? പ്രെറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. പ്രെറ്റി. ഓക്കെ, പ്രെറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹെൽപ്ഡ് ദ ഫ്ലവേഴ്സ് കം അപ്പ്? എന്താണ് ഫ്ലവേഴ്സിനെ മുകളിലേക്ക് വളരാൻ സഹായിച്ചത്? എന്താണ്? ഔട്ട് കംസ് ദ സൺ, ഡൗൺ കംസ് ദ ഷവർ, ആൻഡ് അപ്പ് കം ദ ട്രീ. എന്താണ്? സൺ ആൻഡ് ഷവർ അല്ലേ? സൺ ആൻഡ് ഷവറാണ്. ആൻഡ് അപ്പ് കം ദ ട്രീ. അതാണ് അവരെ മുകളിലേക്ക് വളരാൻ സഹായിച്ചത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ആ പാസേജ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാസേജ് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. 5 മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാണ്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി ആരും പ്രയാസപ്പെടേണ്ടതില്ല, വളരെ എളുപ്പമായിരിക്കും. നമ്മൾ നല്ലവണ്ണം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? റൈറ്റ് എ കോൺവേഴ്സേഷൻ. കാർല ആൻഡ് ഹെർ ഫാദർ. ഒരു കോൺവേഴ്സേഷൻ എഴുതാനാണ്. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം.
ഐ കാൺ ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്. എനിക്ക് നിങ്ങൾ ചതിച്ചതുപോലെ ആരെയും ചതിക്കാൻ പറ്റില്ല. മൈ ഫാദർ ടോട്ട് മീ. എൻ്റെ അച്ഛൻ എന്നെ എന്താണ് പഠിപ്പിച്ചത്? നോട്ട് ടു ഹാം എനിബഡി. ആരെയും ഉപദ്രവിക്കരുത്. ഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദ്രവിക്കരുത്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്താണ് പഠിപ്പിച്ചു തന്നത്? നോട്ട് ടു ഹാം എനിബഡി. ആരെയും ഉപദ്രവിക്കരുത്. ടേക്ക് യുവർ റിങ്സ് ബാക്ക്. നിങ്ങളുടെ മോതിരം നിങ്ങൾ തന്നെ എടുത്തോളൂ. കാർല പറയാണ്. ദ മർച്ചൻറ്റ് ലുക്ക്ഡ് അറ്റ് കാർല ഇൻ വണ്ടർ. ആ വ്യാപാരി വളരെ അതിശയത്തോടു കൂടി അത്ഭുതത്തോടു കൂടി കാർലയെ നോക്കി. കാർല വാസ് ഹാപ്പി. കാർലയ്ക്ക് എന്ത് നല്ല സന്തോഷമായിരുന്നു. ആസ് ഹീ കുഡ് ടീച്ച് ദ മെർച്ചൻറ്റ് എ ലെസൺ. ആ മെർച്ചൻറ്റിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ കാർല വളരെ ഹാപ്പി ആയിരുന്നു. കാർല വാസ് ഈഗർ ടു ഷെയർ ദ ഇൻസിഡൻറ്റ് വിത്ത് ഹെർ ഫാദർ. അപ്പോൾ കാർല അവളുടെ അച്ഛനുമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റ്, ഈ ഒരു സംഭവം ഷെയർ ചെയ്യാൻ ഇങ്ങനെ ഈഗർ എന്ന് പറഞ്ഞാൽ ആൻഷ്യസ് ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കാർല ആൻഡ് ഹെർ ഫാദർ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് കാർല വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ അച്ഛനും കാർലയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം, കോൺവെർസേഷൻ എഴുതാനാണ്. ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് 5 കോൺവെർസേഷനെങ്കിലും വേണം അല്ലേ? 5 കോൺവെർസേഷൻ വേണം. ഓക്കെ, നമുക്കൊന്ന് ഫാദർ, ഓ മൈ ഡോട്ടർ യു ലുക്സ് ഹാപ്പി. ഓ എൻ്റെ മകളെ, നീ വളരെ ഹാപ്പി ആയിരിക്കുന്നല്ലോ. ആ പപ്പ, ദർ ഇസ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ യു. ആ പപ്പ, ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു നല്ല സന്തോഷകരമായ ഒരു ന്യൂസ് ഉണ്ട്. ഡിഡ് യു മെറ്റ് ദാറ്റ് അർജൻറ്റ്? നീ ആ മെർച്ചൻറ്റിനെ കണ്ടോ? ഈ ഓഫർ 3 കോപ്പർ കോയിൻ. അയാൾ എനിക്ക് 3 കോപ്പർ കോയിൻ ഓഫർ ചെയ്തു. ഡീൽ വാസ് ഫോർ എവറിത്തിങ് ഹാൻഡ്. ഡീൽ എങ്ങനെയായിരുന്നു? കയ്യിലുള്ള എല്ലാത്തിനുമായിരുന്നു ഡീൽ. ദെൻ വാട്ട് ഹാപ്പൻഡ്? പിന്നെ എന്ത് സംഭവിച്ചു? ഐ ഡിമാൻഡ് 3 ലവ്ലി റിങ്സ് ഓൺ ഹിസ് ഫിംഗേഴ്സ്. ഞാൻ അയാളുടെ കയ്യിലുള്ള 3 മനോഹരമായ മോതിരങ്ങളും ആവശ്യപ്പെട്ടു. വെൽ ഡൺ, യു ടോട്ട് എ ലെസൺ. നന്നായി, നീ അയാളെ ഒരു പാഠം പഠിപ്പിച്ചു. ഇപ്പോൾ ഇതാണ് കോൺവെർസേഷൻ. ഇതൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇമാജിനറി അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊരു പാറ്റേൺ മാത്രമാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. കോൺവെർസേഷനൊക്കെ മാറി മാറി വരാം. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി 3. എവറി ഇയർ 21 മാർച്ച് ഈസ് ഒബ്സർവ്ഡ് ആസ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. പ്രിപ്പയർ എ പോസ്റ്റർ റിലേറ്റഡ് ടു ദ ഡേ. അപ്പോൾ ആ ഡേയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുണ്ട്. പോസ്റ്റർ മേക്കിംഗ് 90% എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പോസ്റ്റർ മേക്കിംഗ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡേറ്റ് എന്തായാലും എഴുതണം. അതേപോലെ തന്നെ എന്താണ് വേൾഡ് ഫോറസ്റ്റ് ഡേ ആണ്. ഓക്കെ, ഇനി അതുമായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ്, ചെറിയ മെസ്സേജ് നിങ്ങൾ എഴുതാം. ലവ് ടേക്ക് കെയർ ഓഫ് എവരി ട്രീ ഫോറസ്റ്റ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഒരു ഫോറസ്റ്റിൻ്റെ മരങ്ങളുടെ ചിത്രമൊക്കെ വരയ്ക്കുക. ഒരു നല്ലൊരു ബോർഡർ വരച്ച് കൊടുക്കുക. കളർഫുൾ ആക്കി മാറ്റുക. ചില ലെറ്റേഴ്സൊക്കെ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ ഒന്ന് പെന്നുകൊണ്ട് ഒന്ന് ബോൾഡ് ചെയ്ത് അങ്ങനെ മനോഹരമാക്കുക. അങ്ങനെ മനോഹരമാക്കിയാൽ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റിക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാവുന്ന 2 ചോദ്യങ്ങളാണ് ഒന്ന് വന്നത്. ഒന്ന് കോംപ്രിഹെൻഷനും അതേപോലെ തന്നെ പോസ്റ്റർ മേക്കിങ്ങും. ചോദ്യത്തിലുള്ള കാര്യങ്ങൾ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് നല്ലവണ്ണം മനസ്സിലാക്കി നമുക്ക് സ്കോർ ചെയ്യാവുന്ന 2 ആക്ടിവിറ്റികളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അതിലൊരു ആക്ടിവിറ്റി കോൺവെർസേഷൻ മാത്രമാണ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. രാധ സേവ്ഡ് അമൻ ഫ്രം ദ റിവർ. രാധ അമനെ റിവറിൽ നിന്ന് രക്ഷിച്ചു. രാധ, യു ആർ ഗ്രേറ്റ്. വാട്ട് എ സ്വിമ്മർ യു ആർ. ഹൗ ബ്രേവ്ലി യു സേവ്ഡ് അമൻ സെഡ് രഞ്ജിത്ത്. അപ്പോൾ രഞ്ജിത്ത് വന്ന് പറഞ്ഞു, രാധ, യു ആർ എ ഗ്രേറ്റ്. നീ ഭയങ്കര ആളാണ്. വാട്ട് എ സ്വിമ്മർ യു ആർ. നീ എന്തൊരു വലിയ സ്വിമ്മറാണ്. ഹൗ ബ്രേവ്ലി യു സേവ്ഡ് അമൻ. നീ എത്ര ധൈര്യത്തോടെയാണ് അമനെ രക്ഷിച്ചത്. അമൻ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിംസെൽഫ്. അമനെന്ന് വെച്ചാൽ അവനോട് തന്നെ ഒരു പുച്ഛം തോന്നി. അതായത് രാധനവരാരും മൈൻഡ് ചെയ്തില്ലായിരുന്നല്ലോ. ഓക്കെ, വാട്ട് കുഡ് ബി ദ തോട്ട്സ് ഓഫ് അമൻ. അമൻ എന്തായിരിക്കും അന്ന് വിചാരിച്ച അവൻ്റെ ചിന്തകൾ എന്തായിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, വി ഓൾവേസ് നെഗ്ലക്റ്റഡ് രാധ, നമ്മളെല്ലാ പ്രാവശ്യവും രാധയെ നെഗ്ലക്റ്റ് ചെയ്തതാണ്, അവൾ അത്ര കാര്യമാക്കിയിട്ടൊന്നുമില്ല. വി ഡിഡൻറ്റ് ടേക്ക് ഹെർ ദ ക്ലബ്, അവൾ ക്ലബിലേക്ക് വരണമെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ കൂട്ടിയില്ല. വി തോട്ട് ഷി വാസ് ജസ്റ്റ് എ വില്ലേജ് ഗേളാണ്, GIRL, അവളൊരു ജസ്റ്റ് ഒരു വില്ലേജ് ഗേളാണെന്നാണ് നമ്മൾ വിചാരിച്ചത്, ജസ്റ്റ് എ വില്ലേജ് ഗേൾ, GIRL. ബട്ട് ഷി വാസ് കൺസേൺഡ് അബൌട്ട് അസ്, പക്ഷെ അവൾക്ക് നമ്മളെ വലിയ കാര്യമായിരുന്നു, നമ്മളവളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവൾക്ക് നല്ല കാര്യമായിരുന്നു. ബട്ട് ഷി വാസ് കൺസേൺഡ് അബൌട്ട് അസ്, ഷീ വാംഡ് അസ് അബൌട്ട് ദ ഡേഞ്ചറസ് കറൻറ്റ്. ഷീ വാണ്ട് എന്നാണ്, WARNED. അവൾ നമ്മളോട് വാൺ ചെയ്തിരുന്നു, മുന്നറിയിപ്പ് തന്നിരുന്നു. എന്താണ്? അബൌട്ട് ദ ഡേഞ്ചറസ് കറൻറ്റ്, ആ ഒരു ഡേഞ്ചറസ് പോയിൻറ്റിനെ പറ്റിയിട്ട് അവൾ നമുക്ക് മുന്നറിയിപ്പ് തന്നത്. വി ഡിഡിൻറ്റ് നോ എനിത്തിങ് അബൌട്ട് സ്വിഫ്റ്റ് കറൻറ്റ്, നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ പറ്റിയിട്ടൊന്നും നമുക്കറിയില്ല. ബട്ട് ഷീ ന്യൂ വെൽ അബൌട്ട് സ്വിഫ്റ്റ് കറൻറ്റ് ആൻഡ് ഹൗ ടു സ്വിം അഗെയിൻസ്റ്റ് ഇറ്റ്. ബട്ട് ഷീ ന്യൂ വെൽ അബൌട്ട് സ്വിഫ്റ്റ് കറൻറ്റ് ആൻഡ് ഹൗ ടു സ്വിം എഗെയിൻസ്റ്റ് ഇറ്റ്, അവൾക്ക് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ പറ്റിയിട്ടൊക്കെ അറിയാം, അതിനെതിരെ എങ്ങനെ നീന്താമെന്നും അവൾക്കറിയാം. വെൻ ഐ വാസ് കോട്ട് ഇൻ ദ കറന്റ് ഹൗ ക്വിക്ക്ലി ഷീ ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ, ഞാൻ ആ ഒഴുക്കിൽ പെട്ടപ്പോൾ അവളെ എന്ത് വേഗത്തിലാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. ഷീ ഈസ് റിയലി ഗ്രേറ്റ്, അവളൊരു സംഭവമാണ്. ഹെർ ടൈംലി ആക്ഷൻ അലോൺ കുഡ് സേവ് മീ, അവളുടെ ആ ഒരു തക്ക സമയത്തുള്ള പ്രവർത്തനം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. വി ആർ പ്രൗഡ് ഓഫ് യു രാധ, രാധ നിന്നെ പറ്റി അഭിമാനം കൊള്ളുന്നു. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. വി ഓൾവേസ് നെഗ്ലക്റ്റഡ് രാധ, വി ഡിഡൻറ്റ് ടേക്ക് ഹെർ ദ ക്ലബ്, വി തോട്ട് ഷി വാസ് ജസ്റ്റ് എ വില്ലേജ് ഗേൾ, GIRL, വില്ലേജ് ഗേൾ. ബട്ട് ഷി വാസ് കൺസേൺഡ് അബൌട്ട് അസ്, ഷി വാണ്ട് WRNED us about the dangerous current. We didn't know anything about swift current, but she knew well about swift currents and how to swim against it. When she was caught in the current, how quickly she jumped into the water. She is really great. Her timely action alone could saved me. We are proud of you, Radha. Okay. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. മസ്റ്റ് ആക്ടിവിറ്റിയാണ് എഡിറ്റിംഗ്. ഓക്കെ, എഡിറ്റിങ്ങിലും ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കും അധികവും വരിക. ഒരു ക്യാപിറ്റൽ ലെറ്റർ എഴുതാനുണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരിക. ഓക്കെ, അമൻ കം ബാക്ക് യു ഫുൾ. അപ്പോൾ ഇവിടെ രാധ ഉണ്ട്. അപ്പോൾ രാധക്ക് എന്താ മിസ്റ്റേക്ക്? രാധ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, 6 ക്യാപിറ്റൽ എഴുതണം. ഇവിടെ സ്മോൾ ലെറ്ററാണ് കൊടുത്തത്. ഒരാളുടെ പേര് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഓക്കെ, ഹിയർ ദ ഷൗട്ട്സ് ഷീ ഫൗണ്ട് അമൻ കോട്ട് ഇൻ ദ കറൻറ്റ്. ഇനി വാസ് എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വേർന്നാണ്, അതേഴ്സ് വേർ കുറേ പേരില്ലേ. അപ്പോൾ അതേഴ്സ് വാസ് എന്നല്ല, അതേഴ്സ് വേർ ഷൗട്ടിങ്. ഡയേർഡ് നോ വൺ, ഇത് തിരിച്ചിട്ടാൽ മതി. നോ വൺ ഡയേർഡ്. ഓക്കെ, ഇത് ഡയേർഡ് നോ വൺ എന്നുള്ള നോ വൺ ഡയേർഡ്. ടു ജംപ് ഇൻ ടു ദ കറൻറ്റ്, രാധ ക്വിക്ക്ലി took off her shoes. ഷൂസിൻ്റെ എന്താണ് സ്പെല്ലിങ് തെറ്റാണ്, SHOES ആണ് ഷൂസ്. ആൻഡ് ജംപ്ഡ് ഫ്രം വാട്ടർ എന്ന് പറഞ്ഞില്ലേ, വെള്ളത്തിലേക്ക് ചാടി എന്നല്ലേ. അപ്പോൾ ജംപ്ഡ് ഇൻ ടു വാട്ടർ. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? രാധ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഓക്കെ, 6 ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഷീ ഫൗണ്ട് അമൻ കോട്ട് ദ കറൻറ്റ് ആൻഡ് അതേഴ്സ് വേർ ഷൗട്ടിങ് ബട്ട് ഡയേർഡ് നോ വൺ ഡയേർഡ്. തിരിച്ച് ചെയ്താൽ നോ വൺ ഡയേർഡ്. ഓക്കെ, പിന്നെ ഇവിടെ ഷൂസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, ഇൻ ടു വാട്ടർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമല്ലേ, ഈ ക്യാപിറ്റൽ ലെറ്റർ അതേപോലെ തന്നെ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തത്, ഇതൊക്കെ എപ്പോഴും വരുന്നൊരു പാറ്റേൺ ആണ്. ഓക്കെ, അതേപോലെ സ്പെല്ലിംഗ് തെറ്റ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്താണ്? ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ കണ്ടല്ലോ, ഇവിടെ പിക്ചർ കണ്ടു. ഒരു ബോയ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ബേർഡിനെ കണ്ടു. ആ ബേർഡിനെ അവൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, എന്നിട്ട് കൂട്ടിലെത്തി അതിന് ഫുഡൊക്കെ കൊടുത്തു, പിന്നെ അതിനെ വിട്ടയക്കുകയാണ്. ഇത്രയാണ്. അപ്പോൾ ഇത് ഈ പിക്ചർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഒരു കഥയായിട്ട് എഴുതണം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടൈറ്റിലും കൊടുക്കാം, എ ബോയ് ആൻഡ് എ ബേർഡ്. ടോം വാസ് കൈൻഡ് ആൻഡ് കെയറിങ് ബോയ്. ഇത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല.
നിങ്ങൾ ഓരോ പിക്ചറിനും ഒരു 5 സെൻറ്റൻസ് എങ്കിലും എഴുതണം, അത് മസ്റ്റാണ്. പക്ഷെ ഞാനിതൊരു സ്റ്റോറിയാണ്, ഇത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറി ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ടോം വാസ് എ കൈൻഡ് ആൻഡ് കെയറിങ് ബോയ്. ടോം ഒരു കൈൻഡ് ദയുള്ളവനായിരുന്നു, നല്ലൊരു കെയറിങ് ബോയ് ആയിരുന്നു. വൺ മോർണിംഗ് ടോം വാസ് വാക്കിംഗ് ഇൻ ടു ദ പാർക്ക്. ഒരു ദിവസം അവൻ എന്ത് ചെയ്യായിരുന്നു, ആ പാർക്കിലേക്ക് നടക്കുകയായിരുന്നു. വൺ മോർണിംഗ് ടോം വാസ് വാക്കിംഗ് ഇൻ ദ പാർക്ക്. ഈ ഫൗണ്ട് ആൻ ഇഞ്ചേർഡ് ബേർഡ്. അവൻ എന്താ കണ്ടത്, ഒരു ഇഞ്ചേർഡ് ബേർഡിനെ, അല്ലെ പരിക്കേറ്റ ഒരു പക്ഷിയെ കണ്ടു. ടോം ടുക്ക് ദ ബേർഡ് ടു ഹോം. ടോം എന്താ ചെയ്തത്, വീട്ടിലേക്ക് കൊണ്ടുവന്നു. ടോം ടുക്ക് ദ ബേർഡ് ടു ഹോം. ദെൻ ഹി കെപ്റ്റ് ദ ബേർഡ് ഇൻ ദ കേജ്. എന്നിട്ട് എവിടെ വെച്ചു, ഒരു കൂട്ടിനുള്ളിൽ വെച്ചു. ആൻഡ് ഗേവ് ഫുഡ് ആൻഡ് ടുക്ക് ഗ്രേറ്റ് കെയർ ഓഫ് ഇറ്റ് ഫോർ വീക്സ്. എന്നിട്ട് ഫുഡ് കൊടുത്തു, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു. വൺ മോർണിംഗ് ടോം സോ എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഫ്ലൈയിങ് ഹാപ്പിലി ഇൻ ഹിസ് ഗാർഡൻ ഫ്രം ഹിസ് വിൻഡോ. ഒരു ദിവസം ടോം എന്താ കണ്ടത്, എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്, ഒരു പറ്റം പക്ഷികൾ, ഫ്ലൈയിങ് ഹാപ്പിലി, അവർ സന്തോഷത്തോടെ പറക്കുകയാണ്. ഇൻ ഹിസ് ഗാർഡൻ ഫ്രം ഹിസ് വിൻഡോ. അപ്പോൾ വിൻഡോയിലൂടെ അവനിത് കാണാണ്, ഒരു കൂട്ടം പക്ഷികൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറക്കുകയാണ്. ഈ ഫെൽറ്റ് സഡ്. അപ്പോൾ അവനിക്ക് ഭയങ്കര സങ്കടമായി. ഫോർ ദ ബേർഡ് ടു ബി ഇൻ ദ കേജ്. അപ്പോൾ കൂട്ടിലിട്ടിരിക്കുകയല്ലേ അവൻ ആ പക്ഷിയെ. അപ്പോൾ അവനിക്ക് ഭയങ്കര സങ്കടമായി. ദെൻ ഇമ്മീഡിയറ്റ്ലി ഹീ ഫ്രീഡ് ദ ബേർഡ്. അവൻ എന്താ ചെയ്തത്, അതിനെ സ്വതന്ത്രമാക്കി. ദ ബേർഡ് ആൻഡ് ടോം വർ ഹാപ്പി. ബേർഡും ഹാപ്പിയായി, ടോമും ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമ്മളൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ പഠിച്ചു, ഒരു എഡിറ്റിങ് പഠിച്ചു, അതേപോലെ തന്നെ തോട്ട്സ്, അല്ലേ, അമൻ്റെ തോട്ട്സ് നമ്മൾ പഠിച്ചു. പിന്നെന്താണ്, നമ്മളൊരു പോസ്റ്റർ പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ചത്, ഒരു കോൺവേഴ്സേഷൻ പഠിച്ചു. അതേപോലെ തന്നെ നമ്മളൊരു കോംപ്രിഹെൻഷനും സെറ്റാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കാണാം. അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരികയാണ്. നിങ്ങളിതിൽ തോട്ട്സ് ഓഫ് അമൻ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന എല്ലാം അത് മൊത്തത്തിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല, ഒരു 4-5 വേർഡ്സ് നിങ്ങൾക്കതിൽ മെയിനായിട്ട് തോന്നിയ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്തായിരിക്കും, അമൻ്റെ തോട്ട്സ് നിങ്ങളെങ്ങനെയായിരിക്കും എഴുതുക, അത് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, താങ്ക് യു.